800 ഫുൾ റേറ്റ്. ഒരു ബോട്ടിന് എത്ര പേർക്ക് പോവാം? അത് ഒരാളായാലും 4 പേര് ലാസ്റ്റ്. ഓക്കെ. ഇതിന്റെ ഇടയിൽ 3 പേര് 2 പേര് അങ്ങനെയൊക്കെ പോവാം. ഓക്കെ ഓക്കെ. അത് പാടുണ്ട്. ഓക്കെ. അപ്പൊ 800 രൂപ കൊടുത്തേ പറ്റും. അത് തന്നെ നിങ്ങളെ പാടുകളുണ്ടല്ലോ. പിന്നെ അപ്പൊ അങ്ങനെ എന്താ ഡീസൽ പെട്രോൾ പിന്നെ വിഴിഞ്ഞ ഹാർബർ പോവാ 1600. വിഴിഞ്ഞ ഹാർബറൊക്കെ പോയിട്ട് വരാം. ഓക്കെ. ഒരു വർഷം ഒരു ബോട്ട് ഇറക്കാൻ 40,000 രൂപ ആവും. അതിന്റെ ബാക്കി ലൈസൻസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ അല്ലേ? ഒരു ബോട്ട് ഇറക്കണത് 6 ലക്ഷം രൂപ ആവും. ഈ ഒരു ബോട്ട് 6 ലക്ഷം രൂപയാണല്ലേ? ഒരു മിനിമം ഒരു 5000 രൂപ പോയാൽ എന്തെങ്കിലും 400 500 രൂപ പോവാം. അത് അതുപോലെ നഷ്ടം കിട്ടത്തില്ല. മുമ്പൊക്കെ നമ്മൾ 500 രൂപ 600 രൂപ കൊണ്ടുപോകുമായിരുന്നു. അത് നമ്മളെ ഇഷ്ടത്തിന് അവരവരുടെ ഇഷ്ടത്തിന് ഗസ്റ്റ് പിടിച്ചുകൊണ്ട്. ഇപ്പം അങ്ങനെയല്ല, സീനായിട്ട് ആക്കി. പിന്നെ റിക്ഷ പോലെയാണ്. റിക്ഷയ്ക്ക് എത്രയാണ് റേറ്റ് അതേപോലെ തന്നെ എല്ലാ റിക്ഷയും ഫിക്സഡ്. ഇത് മരുന്നില്ലേ, ഇത് മണിക്കൂറിന് ഒരു മണിക്കൂർ ഓടണമെങ്കിൽ ഒരു 2000 രൂപയുടെ എണ്ണ കത്തിപ്പോകും. ഒരു മണിക്കൂർ ഓടെ ഒരു 15 കിലോമീറ്റർ ദൂരം പോകും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അത്രയും ചിലവ് കൂടുതലായിരുന്നു. എണ്ണ പെട്രോളും എണ്ണ വലിച്ചെടുത്തോളം 1600 രൂപയ്ക്ക് അവിടെ വിഴിഞ്ഞത്ത് കൊണ്ടുപോയാൽ നമുക്ക് അതിൽ 1000 രൂപയിൽ കൂടുതൽ എണ്ണ ചിലവാകുന്നു. ഇത് സേഫാണ്. അതിന്റെ അർത്ഥം അവരങ്ങനെ കാണിക്കുന്നത് സേഫാണ്, നല്ലതാണ്. ധൈര്യമായിട്ട് ഒരു ടൂറിസ്റ്റിന് വരികയും ചെയ്യാം. എല്ലാ സേഫ്റ്റി ആയിട്ട് ജാക്കറ്റും എല്ലാം search but you stay lost. We are reaching for the stars. നമ്മൾ കഥകളൊക്കെ കേട്ടില്ലേ, മീൻ പിടിക്കാൻ പോകുന്ന ചേട്ടന്മാരുടെയും ബോട്ട് ഓടിക്കുന്ന ചേട്ടന്മാരുടെയൊക്കെ. അപ്പോൾ അവർക്ക് നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് അവർ പറയുന്ന പ്രൈസ് കേൾക്കാൻ നമുക്ക് തോന്നും ഇത് ഭയങ്കര കൂടുതലല്ലേ, ഇവർ അധികം ഉള്ള ലാഭമല്ലേ ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല, അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആവർത്തന ചെലവുകൾ പലതുമുണ്ട്. ലൈസൻസിങ് പുതുക്കാനും സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എപ്പോഴും റിന്യൂവൽ ചെയ്ത് നിർത്താനും അതിൻ്റെ ഫ്യൂവലിംഗ് കോസ്റ്റും പിന്നെ അവർ കൂടെ പോകുന്ന ആൾക്കാരുടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കൊക്കെ ഒരു വലിയ തുകയേ അല്ല. വേണ്ടി പറഞ്ഞു കേട്ടില്ലേ, എല്ലാം കിട്ടുമ്പോഴത്തേക്കും 3 നേരം ആഹാരം കഴിക്കാൻ പറ്റും. അത് തന്നെ. ബാക്കി വണ്ടിയുടെ ചിലവും റിപ്പയറിങ്ങും അങ്ങനത്തെ വർക്കുകളൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കും ബാക്കി പല കാശുകളും പോകുന്നതെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ മണി 11:45. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ലൈറ്റ് ഹൗസ്. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ ഒന്ന് കയറാൻ വേണ്ടിയുള്ള പോക്കാണ്. കുറേ നാളെ അങ്ങോട്ട് കയറിയിട്ട് ആ മുകളിൽ കുറേ പേര് നിൽക്കുന്നതേ കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞാനും എന്തായാലും ലൈറ്റ് ഹൗസ് കയറുകയും അവിടെ നിന്നുള്ള കാഴ്ച നിങ്ങളിൽ എത്തിക്കാൻ നോക്കാം. ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന വഴിയാണ്. പണ്ട് നമുക്ക് ഈ കാണുന്ന ഈ വഴി കയറി നമുക്ക് ലൈറ്റ് ഹൗസിൽ പോകാൻ കണ്ടോ. ഇപ്പോൾ ഈ മതിലൊക്കെ വന്ന് ലൈറ്റ് ഹൗസിലോട്ട് കയറുന്നതിന് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഈ കാറ്റിനെ പറ്റി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണം. എന്നിട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഇതിപ്പോ സീ ബ്രീസ് ആണോ അതോ ലാൻഡ് ബ്രീസ് ആണോ എന്നുള്ളത്. ഓക്കെ, നല്ല തണുത്ത കാറ്റാണ്, കടലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന തണുത്ത കാറ്റാണ്. അപ്പോൾ നിങ്ങൾ പറയും ഇത് ഏതാണ്, സീ ബ്രീസ് ആണോ ലാൻഡ് ബ്രീസ് ആണോ? അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ മണ്ടേ കയറാം ഇനി. അപ്പോൾ അതിന്റെ മണ്ടയിലോട്ട് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ പുതിയ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ലിഫ്റ്റൊക്കെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലിഫ്റ്റ് യൂസ് ചെയ്യണ്ട, നമുക്ക് സ്റ്റെയർ തന്നെ യൂസ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. സ്പൈറലായിട്ടുള്ള സ്റ്റെയർ കേസും ഇതുപോലത്തെ വിൻഡോയും ഈ വിൻഡോയിൽ കൂടെ വരുന്ന കാറ്റും ഈ വിൻഡോയിൽ കൂടെ കാണുന്ന കാഴ്ചയൊക്കെ നമുക്ക് ലിഫ്റ്റിൽ പോയാൽ കിട്ടത്തില്ല. മുകളിലോട്ട് പോകുന്തോറും ഇതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞു വരും. അങ്ങനെ ഇനിയുണ്ട് നമുക്ക് മുകളിലോട്ട് കയറാൻ. ഏതോ സിനിമയിൽ ദുൽഖർ പറയുമല്ലോ, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു, എല്ലാ മുറികളും, പക്ഷെ ഓരോ ജനലിൽ കൂടെ കാണുന്ന കാഴ്ചകളും അത് വ്യത്യാസമായിരിക്കുന്നു, പാർവതി പറയുന്ന പോലെയാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എല്ലാ ജനലുകളിൽ നിന്നും കാണുന്ന കാഴ്ച ഒരുപോലെയാണ്, പക്ഷെ ഉയരം കൂടി പോകുന്നുണ്ട്, കൂടുതൽ ഹൊറൈസൺ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് രാവിലെ ആയിരുന്നെങ്കിൽ നല്ല തണുത്ത കാറ്റ് കിട്ടും. കാരണം എന്താണ്, സീ ബ്രീസ് ആണ്, സീ നല്ല തണുത്ത് കിടക്കുകയാണ്. പക്ഷെ ഇപ്പോൾ സീയും ചൂടായി ഏകദേശം, കാരണം രാവിലെ മുതൽ വെയിലടിക്കുകയല്ലേ. അതിരാവിലെ അന്നത്തെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആയിരുന്നെങ്കിൽ അതിരാവിലെ ആയിരുന്നു. അപ്പോൾ നല്ല തണുത്ത കാറ്റ്. ഇപ്പോൾ അങ്ങനെയല്ല, നല്ല ചൂട് കാറ്റ്. ഞാൻ നല്ലൊരു ഊണ് പറഞ്ഞിട്ടുണ്ട്. ഫിഷ് കറിയാണോ? ഒഴിച്ചോ. അപ്പോൾ ഫുഡിൻ്റെ മുമ്പ് ഞാൻ ക്യാമറയായിട്ട് ഇരിക്കുന്നില്ല. നന്നായിട്ട് ഞാൻ ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഫുഡൊക്കെ കഴിഞ്ഞു, കുറച്ച് നേരം ഇനി ഇവിടെ റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇനി യാത്രയുള്ളൂ. ഈ സൈഡ് ഇവിടെ ഇനി കാറ്റ് കൊണ്ട് നല്ല ഇരിക്കാൻ സുഖമുണ്ട്. താമസമൊക്കെ എവിടെ ഇപ്പോ പുള്ളിക്കാരന്? ആരുമില്ല. ഓ, കണ്ടോ ചേച്ചിയുടെ കഥ. അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന പുള്ളിക്കാരൻ മാനസികമായി ആരോഗ്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. പുള്ളിക്കാരന് ചേച്ചിയുടെ ഒറ്റ കഴിവ് കൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു രൂപത്തിൽ, ആ ഒരു ചിരിക്കാനും കഴിയുന്നൊരു മനുഷ്യനാക്കി മാറ്റിയത്. അപ്പോൾ ഇതിനെല്ലാം സാധിച്ചത് ഇതാ നമ്മുടെ ഈ ക്യാൻറ്റീനാണ്, ഹാർബർ വിഴിഞ്ഞത്ത്. വന്നാൽ നിങ്ങൾക്ക് ഈ ചേച്ചീനെ കാണാം. സ്നേഹത്തോടെ ഒരു ഊണ് കഴിച്ച് ഇവിടുന്ന് പോവാം. അപ്പോൾ ഫുഡും കഴിച്ച് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് സുധാജി ചേച്ചിയും കണ്ട് ഞാനിതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ചേച്ചി പൂളമ്പാറ മെന്റൽ ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അറിയാമല്ലോ ഒരു അമ്മയുടെ മനസ്സ്. കണ്ടില്ലേ നിങ്ങൾ? യാത്ര ആരംഭിക്കാം. അങ്ങനെ എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മണക്കാടോട്ട് തന്നെ എനിക്ക് ലിഫ്റ്റ് കിട്ടി. അവിടെ വെറും എനിക്കൊരു 1 കിലോമീറ്റർ കൂടെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീടെത്താം. ഭയങ്കര ഭാഗ്യമാണ്. കോവളത്തിൽ നിന്ന്, വിഴിഞ്ഞത്ത് നിന്ന് എനിക്ക് മണക്കാട് വരെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കാണാൻ കഴിച്ചു.
Can I be your superhero? അപ്പോൾ ഒറ്റ റൈഡിൽ ഞാനിങ്ങനെ മണക്കാടെത്തി, എളുപ്പമായി. അപ്പോൾ ഇനി ബാക്കി നടന്നു തന്നെ അങ്ങ് വീട് വരെ പോയാൽ മതി, ഈസിയായി. എന്തോ ഭാഗ്യമുണ്ട്. ഈ മുടിക്ക് കൂടെ നേരെ വന്നിറങ്ങുന്നത് നമ്മളെ കുളത്തിലാണ്. പണ്ട് ഈ കൈവരി ഇത്രയും പൊക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് പറയുക, സൈക്കിളിൽ പറന്ന് വന്ന്, നമ്മളൊക്കെ പറയും തമാശയ്ക്കൊക്കെ പണ്ട് പറയുമായിരുന്നു ഇങ്ങനെ വീഴുമെന്ന്. ഞാനും ഫ്രണ്ടും കൂടെ നേരെ പൊത്തു വന്ന് ഇതിലിങ്ങനെ ഇടിച്ച് നേരെ കുളത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അന്നത്തെ കൈവരി ഇങ്ങനെയല്ല, നടന്നു വരികയും ഇവിടെ വിസ്തീർണമായിട്ട് ഒരു ചാടി നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം വേറൊരു രീതിയിലാക്കി കൈവരിയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ശ്രീവരാഹം കുളം. എങ്ങനെയുണ്ട് ഗായ്സ് ഈ കുളം? ഇവിടെയാണ് ഞാൻ എൻ്റെ നീന്തലൊക്കെ പഠിച്ചത്. കുട്ടിക്കാലത്ത് വെക്കേഷൻ ആകുമ്പോഴത്തേക്കും നീന്താൻ പഠിപ്പിക്കാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ പറ്റിക്കും. അവസാനം ഒരു 7ാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ ആയപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ വാടകയ്ക്ക് താമസിക്കാൻ വന്നു. അങ്ങനെ അവനും ഞാനും കൂടെ നീന്തൽ പഠിക്കാനായിട്ട് നേരെ വന്ന് കുളത്തിൽ ചാടുകയും അങ്ങനെ നമ്മൾ നീന്തൽ പഠിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വി ആർ ബാക്ക് ഗൈസ്. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഇന്നത്തെ ഹിച്ച് സെഷൻ? നമ്മളെ കോവളം യാത്രയും നമ്മളെ കണ്ട കാഴ്ചകളും മീറ്റ് ചെയ്ത ആളുകളും. സുധാചേച്ചി എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ ഇനിയും കാണാം ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ വീഡിയോസ് ആയിട്ട്. അപ്പോൾ പീസ് ഔട്ട്. നമുക്ക് ഇനി ഇതിന്റെ വീഡിയോസ് ആയിട്ട് കാണാം. സൈനിങ് ഔട്ട്. ശിവ സൈനിങ് ഔട്ട് ഫ്രം